പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചുണ്ടിലെ മുറിവ് പറ്റിയതിനെ തുടർന്ന് അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൌര്യ മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും മറ്റുദ്യോഗസ്ഥരും എരമത്തുള്ള കുട്ടിയുടെ വീട് സന്ദർശിച്ചു. മരണപ്പെട്ട കുഞ്ഞിന്റെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി കമ്മീഷൻ നേരിട്ട് രേഖപ്പെടുത്തി. കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നും കുട്ടിയെ ചികിത്സിച്ചവരുടെ ഭാഗത്ത് അലംഭാവമുണ്ടായിട്ടുണ്ടെന്നും തുടർ നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസ് അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരോടും DMOയോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോലീസുമായിട്ടുള്ള DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹവുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഈ അടുത്ത ദിവസം തന്നെ 2-3 ദിവസത്തിനകം തന്നെ അദ്ദേഹം മൊഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിനുശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു തർക്കമില്ല. കാരണം ഇതിനകത്ത് കാര്യമായ നെഗ്ലിജൻസ് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊഴി കേട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഭാഗത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥരായ B. മോഹൻകുമാർ, Dr. F. വിൽസൺ, KK ഷാജു, സിസിലി ജോസഫ്, എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത, വാർഡ് മെമ്പർ CA ശോഭ, C. സത്യപാലൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.